പ്രഭാഷകൻ്റെ പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. തെറ്റുകൾ ക്ഷമിക്കുക. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്കാര് പരിഹാരം ചെയ്യും? ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകളനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതിൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ച വചനഭാഗം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഈ ഓർമ്മപ്പെടുത്തുന്ന മനോഹരമായിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിച്ചത്. നമ്മൾ പണ്ട് മുതലേ പാപത്തെ നിർവഹിച്ചിട്ടുണ്ട്. പാപം എന്നത് ദൈവകൽപ്പനകളുടെ ലംഘനമാണ്. എന്നാൽ കുറെ കൂടി വിശാലമായ അർത്ഥത്തിൽ പാപത്തെ മനസ്സിലാക്കുന്നത് പാപം എന്നത് ബന്ധങ്ങൾ തകർന്നുപോയ അവസ്ഥയാണ്. ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം തകർന്നു, എൻ്റെ സഹോദരങ്ങളുമായുള്ള ബന്ധം തകർന്നു. ഈ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കുന്ന വേദിയാണ് കുംഭസാരമെന്ന കൂദാശ. അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലത്തിൽ നമ്മൾ അനുരഞ്ജനത്തിൻ്റെ സന്ദേശം, ക്ഷമിക്കാനും പൊറുക്കാനും മനസ്സ് കാണിക്കുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നിവയെ പ്രാർത്ഥനാപൂർവം ഏതാനും നിമിഷങ്ങൾ നമ്മളിന്ന് വിചിന്തനം ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പാപം എന്നത് ബന്ധങ്ങൾ തകരലാണ്. കുംഭസാരം എന്നത് മനുഷ്യൻ ദൈവത്തോട് പറയുന്ന സോറിയാണ്. ദൈവമേ, തെറ്റിപ്പോയി എന്ന് മനുഷ്യൻ ദൈവത്തോടും സഹോദരങ്ങളോടും പറയുകയാണ് കുംഭസാരം എന്ന കൂദാശയിലൂടെ. അതുവഴി അനുരഞ്ജന തലത്തിലേക്ക് വ്യക്തി വളരുന്നു. വിശുദ്ധിയിലും ആത്മീയതയിലും വളരാൻ ആ വ്യക്തിക്ക് സാധിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം പറയാൻ ഏറ്റവും എളുപ്പമുള്ളതും ജീവിക്കാനും പ്രായോഗികമാക്കാനും ഏറ്റവും ബുദ്ധിമുട്ടേറിയതുമാണ് ക്ഷമിക്കുക, പൊറുക്കുക, മറക്കുക എന്നൊക്കെ പറയുന്നത്. പറയാൻ നമുക്ക് എളുപ്പമാണ്, പക്ഷെ അത് ജീവിതത്തിന് യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുമ്പം ഒരുപാട് അസ്വസ്ഥതയും വേദനയും അനുഭവിക്കുന്നെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന സത്യം നമുക്കാർക്കും വിസ്മരിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അനുരഞ്ജനം, അതുവഴി നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, വിദ്വേഷവും വെറുപ്പ് സൂക്ഷിക്കുമ്പോഴാകും നമുക്കുണ്ടാകുന്ന അപകടങ്ങൾ എന്നിവയെ പ്രാർത്ഥനാപൂർവം നമ്മൾ വിചിന്തനം ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് തൃശ്ശൂരിലെ ചിറ്റാട്ടുകര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കരിസ്മാറ്റിക് ധ്യാനം നടക്കുകയാണ്. ധ്യാനിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിലച്ചനാണ്. ഇന്നത്തേതുപോലെ വലിയ ധ്യാന കേന്ദ്രങ്ങളോ വചനപ്രഘോഷണ വേദികളോ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. കേരള സഭയിൽ ആത്മീയ കൊടുങ്കാറ്റ് അഴിച്ചുവിട്ട ഒരു ആത്മീയ നേതൃത്വം വഹിച്ച മാത്യു നായിക്കാമ്പറമ്പിലച്ചൻ്റെ ധ്യാനത്തിന് നാടിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആയിരക്കണക്കിന് പേര് പങ്കെടുക്കുക സ്വാഭാവികമാണ്. അങ്ങനെ ഞങ്ങളും ഞങ്ങളുടെ അതിനോട് അടുത്ത സ്ഥലമായതുകൊണ്ട് ഞങ്ങളും വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് ധ്യാനത്തിന് പങ്കെടുക്കുകയാണ്. അപ്പോൾ ധ്യാനം കഴിഞ്ഞപ്പോൾ എപ്പോഴും ഞങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരേ ഒരു ഗാനം, അത് മാത്രമേ ഓർമ്മയിലുള്ളൂ. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹം, നാഥൻ കൊതിക്കും സ്വഭാവം. ഞാൻ ഈ ധ്യാനം ഓർക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചു, ഈ വരികൾ ഓർക്കാൻ കാരണമെന്തെന്ന് ചോദിച്ചാൽ, ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഞങ്ങൾ 3 ആൺമക്കളാണ്. ചേട്ടനുണ്ട്, അനുജനുണ്ട്, ഞാൻ നടുവിൽ. അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന അവസരത്തിൽ വീട്ടിൽ ഞാനും ചേട്ടനും ചേർന്ന് ചിലപ്പോൾ അനുജനെ കളിയാക്കും, ഇടിക്കും. അനിയനും ചേട്ടനും ചേർന്ന് എന്നെ ഇടിക്കും, ചിലപ്പോൾ കളിയാക്കും. അങ്ങനെ സംഘടിതമായിട്ട് മുന്നേറുന്ന കാലഘട്ടമാണ്. അങ്ങനെ ഒരു ദിവസം അനിയൻ എന്നെയും ചേട്ടനെയും ഇടിച്ചിട്ട് ഓടി. ഞങ്ങൾ അടിക്കാൻ ചെന്നപ്പോൾ അവൻ അമ്മയുടെ അടുത്ത് അഭയം പ്രാപിച്ചു. അപ്പം അമ്മ പറഞ്ഞു, എടാ നിങ്ങൾ തൊട്ടുപോയേക്കരുത് അവനെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് മാറി. കുറേ കഴിഞ്ഞ് ഊണ് കഴിക്കാൻ നേരമായപ്പോൾ അവൻ വരികയാണ്. ഞങ്ങൾ അവനെ ഇടിക്കാൻ വേണ്ടി ഓങ്ങുന്ന നേരത്ത് അവനിങ്ങനെ 2 കൈയും പിടിച്ചിട്ട് ക്ഷമിക്കുന്ന സ്നേഹം, ആ പാട്ടങ്ങ് അന്തസ്സായിട്ട് പാടി.
ഇത് കേട്ട അമ്മയ്ക്ക് ആകെ സെൻറ്റിമെൻറ്റ്സ്. അമ്മ പറഞ്ഞു, പാവം പ്രാക്ക് പാടുന്ന കണ്ടില്ലടാ, ക്ഷമിക്കേ, നിങ്ങളൊന്ന് അടിക്കല്ലേ. പിന്നെ ഞങ്ങളെ എന്നും കളിയാക്കുക, അടിക്കാൻ ചെല്ലുമ്പോൾ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ചെറുപ്പം മുതൽ ഈ പാട്ട് മനസ്സിലെന്തോ പതിഞ്ഞതാണ്. ഒരുപക്ഷെ ക്ഷമയെക്കുറിച്ച്, അനുരഞ്ജനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു ഗാനമാണ്. ക്ഷമിക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹം, നാഥൻ കൊതിക്കുന്ന സ്വഭാവമാണ്. മനുഷ്യനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വലിയ സ്വഭാവമാണ്. അത് വലിയ ദാനമാണ്. വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് അച്ചൻ പറയുന്നുണ്ട്, പ്രതികാരം ചെയ്യാൻ ഏത് മൃഗത്തിനും സാധിക്കും, ക്ഷമിക്കാനും പൊറുക്കാനും സാധിക്കുന്നത് വലിയ ഹൃദയമുള്ളവർക്കാണെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, വിശുദ്ധ ഗ്രന്ഥത്തിൽ ക്ഷമയുടെ വലിയ മാതൃകകൾ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ളവരാണ്, മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ പഴയ നിയമത്തിലെ ക്ഷമയുടെ വലിയ മാതൃക നമ്മൾ കാണുന്നുണ്ട്. പൂർവ്വ യോസേപ്പിൻ്റെ ചിത്രമാണ്. 50-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൂർവ്വ യോസേപ്പ് തൻ്റെ സഹോദരങ്ങളോട് പറയുന്ന മനോഹരമായ വാക്കുകൾ ഇപ്രകാരമാണ്: നിങ്ങൾ എന്നോട് തിന്മ ചെയ്തു, എന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റി. ഇന്നോളം സംഭവിച്ചത് മുഴുവനും ദൈവിക നന്മയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി സഹോദരങ്ങളോട് ക്ഷമിക്കുന്ന പൂർവ്വ യോസേപ്പിൻ്റെ ചിത്രം നമുക്ക് പഴയ നിയമം തരുന്ന ഒരു വലിയ മാതൃകയാണെന്ന ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കറിയാം, നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്. നോമ്പുകാലമാകുമ്പോൾ മത്സ്യവും മാംസ്യവും ഒക്കെ ഉപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. കുരിശിൻ്റെ വഴി ചൊല്ലി ത്യാഗത്തിൻ്റെ വഴിയിലൂടെ നമ്മൾ കടന്നു പോകുന്നവരാണ്. പക്ഷെ ചിലപ്പോഴൊക്കെ ചിലർ പറയാറുള്ളൊരു കാര്യമുണ്ട്, എത്ര പ്രാർത്ഥിച്ചിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ല. എത്ര ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ടും ത്യാഗം ചെയ്തിട്ടും ചില കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നിൻ്റെയും എൻ്റെയും ജീവിതത്തിൽ ദൈവിക കൃപകൾക്ക് തടസ്സം നിൽക്കുന്ന ഒരേ ഒരു മേഖല അത് ക്ഷമിക്കാനും പൊറുക്കാനും കഴിയാത്ത മേഖലയാണെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അത് നമ്മുടെ മനസ്സിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ അംബ്രോസ് പറയുന്നുണ്ട്, പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ വിദ്വേഷമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നു. പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ വിദ്വേഷമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നു. നമ്മൾ പ്രാർത്ഥിച്ചിട്ട് കേൾക്കുന്നില്ല, ത്യാഗം ചെയ്തിട്ട് അനുഭവിക്കുന്നില്ല. ഓർക്കുക, ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പും വിരോധവും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ദൈവം തരുന്ന കൃപകൾ, ദൈവം തരുന്ന ആനന്ദം അനുഭവിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ലെന്നുള്ളത് ഇന്നേ ദിവസം ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ്. പുതിയ നിയമത്തിൽ നമുക്കറിയാം, ക്ഷമയുടെ മാതൃക ക്രിസ്തുവാണ്. ഒറ്റിക്കൊടുക്കപ്പെട്ടപ്പോഴും ഒറ്റപ്പെട്ടപ്പോഴും അവിടത്തേക്ക് ആരോടും പരാതിയില്ല. യൂദാസിനോട് ചോദിച്ചോ, അമ്പട നീ എന്നെ ഒറ്റിക്കൊടുത്തോ? പത്രോസിനോട് ചോദിച്ചോ, നീ എന്നെ ഒറ്റിയോ? പക്ഷേ ഒറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടലും അനുഭവിച്ചിട്ടും കർത്താവിന് ആരോടും പരാതികളില്ല. അവിടുന്ന് കുരിശ് മരിച്ചു പറയുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്നവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. ക്ഷമയുടെ മാതൃക അത് ക്രിസ്തു തന്നെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. കുറേ നാൾ മുമ്പ് വായിച്ച ഒരു പുസ്തകം നിങ്ങളും ചിലപ്പോൾ വായിച്ചു കാണാം. പ്രത്യാശയുടെ സാക്ഷ്യം എന്ന പേരിലുള്ള മനോഹരമായ പുസ്തകമാണ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് വിയറ്റ്നാമിൽ നിന്നുള്ള ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് സേവിയർ വാൻത്വാൻ എന്ന് പറയുന്ന ഒരു ആർച്ച് ബിഷപ്പാണ്. അദ്ദേഹം റോമൻ കൂരിയായി ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ അദ്ദേഹം കണ്ടെത്തിയ ചിന്തകൾ ഒരു പുസ്തകമായിട്ട് പിന്നീട് പ്രകാശനം ചെയ്തതാണ് ഈ പുസ്തകം പ്രത്യാശയുടെ സാക്ഷ്യം. ഈ പുസ്തകത്തിൽ അദ്ദേഹം ധ്യാനിപ്പിക്കുന്ന അവസരത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ചിന്ത അത് ഇപ്രകാരമാണ്: യേശുവിന് ചില കുറവുകളുണ്ട്. കാര്യം കുറച്ച് കടന്ന കൈയാണ്. കാരണം ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ലെന്ന് വിശ്വസിച്ചിരിക്കെ ഈ ആർച്ച് ബിഷപ്പ് പറയുകയാണ്, യേശുവിന് ചില കുറവുകളുണ്ട്. നമ്മൾ ചിലപ്പോൾ പിള്ളേരോട് പറയാറുണ്ട്, മാർപ്പാപ്പയെ വേദപാഠം പഠിപ്പിക്കേണ്ട, മാർപ്പാപ്പയെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കേണ്ടെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. കാരണം മാർപ്പാപ്പയ്ക്ക് അതറിയാം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ഇവിടെ നോക്ക്, ക്രിസ്തുവിനെ കുറിച്ച് പറയുകയാണ്, അവന് ചില കുറവുകളുണ്ട്. എന്നിട്ട് പറയുകയാണ്, യേശുവിൻ്റെ ഒന്നാമത്തെ കുറവ്, അവന് തീരെ ഓർമ്മശക്തിയില്ല. ഇപ്പം പരീക്ഷയുടെ സമയമാണ്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ മാതാപിതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ടതാണ്, അച്ഛാ പ്രാർത്ഥിക്കണം, പഠിച്ചതൊന്നും ഓർക്കുന്നില്ല. ഈശോയ്ക്ക് ഇദ്ദേഹം കണ്ടെത്തിയ ഒന്നാമത്തെ കുറവാണ്, ഈശോയ്ക്ക് തീരെ ഓർമ്മശക്തിയില്ല. 3 ബൈബിൾ ഭാഗങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ട്
ഈശോയുടെ ഓർമ്മക്കുറിവിനെ വ്യക്തമാക്കി തരികയാണ്. ഒന്നാമത്തെ ബൈബിൾ ഭാഗം നല്ല കള്ളനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്തിൽ നല്ല കള്ളൻ ഇങ്ങനെ കിടപ്പുണ്ട്, അപ്പുറത്ത് കർത്താവ് കിടപ്പുണ്ട്. അവന് മനസ്സിലായി ഇനി രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല, പോയ ഒരു വാക്ക് കിട്ടിയാൽ കിട്ടി എന്ന രീതിയിൽ അവൻ പറഞ്ഞു, നീ പറുദീസായിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ. ഉടനെ കർത്താവിൻ്റെ കുരിശിൽ നിന്ന് ഉടനെ തന്നെ ഡയലോഗ് വരുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കും. എന്നിട്ട് ഈ ആർച്ച് ബിഷപ്പ് പറഞ്ഞു, ഇതാ പറഞ്ഞ് യേശുവിന് തീരെ ഓർമ്മശക്തിയില്ല. കാരണം ഈ കള്ളൻ എത്ര പേരെ പറ്റിച്ചു, എത്ര പേരെ വഞ്ചിച്ചു, എത്ര പേരെ വസ്തുക്കൾ കവർച്ച ചെയ്തു. എന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഒരു നിമിഷം അനുതപിച്ചപ്പോൾ ഇന്നലകളെ മറന്ന് സ്നേഹിക്കുന്ന, സ്വർഗം വാഗ്ദാനം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യേശുവിൻ്റെ ഈ ഓർമ്മക്കുറവിനെ ഞാൻ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ ഭാഗം പാപിനിയായ സ്ത്രീ, അവൾ പാദം കഴുകി. അതിനുശേഷം കർത്താവ് ഉടനെ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്, നീ പൊയ്ക്കൊള്ളുക. അവൾ എത്ര പേരെ പാപത്തിലേക്ക് നയിച്ചു, അവൾ എത്ര പാപത്തിൻ്റെ അടുക്കുചാലിൽ വീണുപോയി. അവരുടെ ഇന്നലകളെ അനുദപിച്ചപ്പോൾ മറക്കുന്ന തമ്പുരാൻ്റെ ചിത്രം. 3 ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. എല്ലാം നഷ്ടപ്പെടുത്തിയ മകൻ തിരിച്ചു വരുമ്പോൾ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന പിതാവിൻ്റെ ചിത്രം. പ്രിയമുള്ളവരെ, ദൈവം കാരുണ്യവാനാണ്, ദൈവം ക്ഷമിക്കുന്നവനാണ്. അവൻ്റെ ക്ഷമയിൽ നിന്ന് ഞാനും നിങ്ങൾ പഠിക്കണമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. മറക്കാനും പൊറുക്കാനും സാധിക്കുമ്പോഴേ ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാകണം. വെറുപ്പും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ചില അപകടങ്ങൾ സംഭവിക്കും. ഒന്നാമത്തെ അപകടമാണ് ആത്മീയ ജീവിതത്തിൽ ഒരു മാന്യം സംഭവിക്കുന്നു. വെറുപ്പും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ആത്മീയ ജീവിതം മന്ദതയിൽ അല്ലെങ്കിൽ മാന്യതയിൽ വരുന്ന അവസ്ഥയിലേക്ക് കടന്നു വന്നെങ്കിൽ മുരടിച്ചു പോകുന്ന അവസ്ഥ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. മർക്കോസിലെ സുവിശേഷം 11:25 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലുള്ള പിതാവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കും. പ്രിയമുള്ളവരെ, ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോഴേ ദൈവകൃപയും ആത്മീയ ശക്തിയിലും വളരാൻ സാധിക്കുമെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ ധ്യാനം കഴിഞ്ഞ് എൻ്റെ മുറിയിലോട്ട് വന്നു. അപ്പം ഞാൻ അവൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ ഒരു സന്തോഷവുമില്ല. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ധ്യാനം ഇഷ്ടമായില്ലെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു ശരാശരി മലയാളി എല്ലാറ്റിനും ഉത്തരം പറയുന്ന ഒരു പൊതു ഉത്തരവാണ് കുഴപ്പമില്ല. അതിൻ്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാൽ നല്ലതുമല്ല, അതേസമയം മോശമല്ല, അത്രയേ ഉള്ളൂ. 5+3 = 8. പക്ഷേ ഒരു കുട്ടി പരീക്ഷ എഴുതി 5+3 = 10. പരീക്ഷ ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായ 5, 3, 8. പക്ഷെ ഞാൻ 10 എഴുതിയത്. ഇതാ നിൽക്കുന്നു കണക്ക് പഠിപ്പിക്കുന്ന ടീച്ചർ. ടീച്ചർ ചോദിച്ചു, മോനെ പരീക്ഷ എങ്ങനെയുണ്ട്? അവൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഒരു പെൺകൊച്ചിനെ കല്യാണം കഴിച്ചയച്ച് 2-3 മാസം കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ അവളോട് ചോദിക്കും, കെട്ടിയവൻ എങ്ങനെയുണ്ടടി? അവൾ പറഞ്ഞു, കുഴപ്പമില്ല, 4 അടി കിട്ടിക്കഴിഞ്ഞു. എന്നാൽ അവൾ പറഞ്ഞു, കുഴപ്പമില്ല. ഇതൊരു ശരാശരി മലയാളി പറയുന്ന ഒരു ഉത്തരവാണ്, എന്തിനും ഏതിനും കുഴപ്പമില്ലെന്ന് ഉത്തരം. ഇവൻ പറഞ്ഞു, കുഴപ്പമില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിൻ്റെ മുഖത്തൊരു സന്തോഷമൊന്നുമില്ല, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഇങ്ങനെ, ഞാൻ ചോദിച്ചു, രോഗമായിരുന്നോ അല്ലെങ്കിൽ ഭക്ഷണം ഇഷ്ടമായില്ല, താമസം ഇഷ്ടമായില്ല, ഇതൊക്കെ ചോദിച്ചിട്ട് അവനില്ല. അവസാനം ഞാൻ ചോദിച്ചു, നിനക്ക് ആരോടെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. അവൻ്റെ മുഖമൊക്കെ മാറി. ഞാൻ ചോദിച്ചു, ആരോടാന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, അപ്പനോടാന്ന് പറഞ്ഞു. അവൻ അപ്പൻ എന്ന വാക്കല്ല ഉപയോഗിച്ചത്, തന്ത എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അവൻ പറഞ്ഞു, അപ്പനോടാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എത്രത്തോളം വെറുപ്പുണ്ടെന്ന് ചോദിച്ചു. അയാളെ കൊല്ലണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൻ ഇപ്പം എന്ത് ചെയ്യുന്നു? അയാൾ ചത്തിട്ട് 3 കൊല്ലമായി എന്ന് പറഞ്ഞു. കാക്ക ചത്തു, പശു ചത്തു എന്ന് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ ഒരിക്കലും ചത്തു എന്ന് പറയില്ല. മനസ്സിൽ തോന്നുന്ന വെറുപ്പാണ് പറയുന്നത്. അയാൾ ചത്തിട്ട് 3 കൊല്ലമായി. 3 വർഷമായിട്ട് അപ്പൻ മരിച്ചു പോയിട്ടും അപ്പനോട് വെറുപ്പ് സൂക്ഷിക്കുന്ന മകൻ ഇവൻ എത്ര ധ്യാനം കൂടുമ്പോഴും, എത്ര വിശുദ്ധ കുർബാന പങ്കെടുക്കുമ്പോഴും, എത്ര ഉപവസിക്കുമ്പോഴും, പ്രിയമുള്ളവരെ, ദൈവം തരുന്ന സന്തോഷം, ദൈവകൃപകൾ അവൻ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നില്ലെന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഇതുപോലെ വേറൊരിക്കൽ ഒരു പെൺകുട്ടി കൗൺസിലിംഗ് വന്ന അവസരത്തിൽ അവൾ എന്നോട് പറയാണ്, അപ്പനെക്കുറിച്ച് ചോദിക്കരുത്. അപ്പനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഒരു ചില്ല് ഗ്ലാസ് തന്നാൽ ഞാൻ ഞെക്കി പൊട്ടിക്കുമെന്ന് പറഞ്ഞു. കാരണം എന്താ? അപ്പനോടുള്ള ദേഷ്യം മുഴുവൻ അങ്ങ് ഞെരുക്കി ആ ഗ്ലാസ് പൊട്ടിച്ചു കളയുമെന്ന് പറഞ്ഞു. അത്രയ്ക്ക് കലിയാണെന്ന് പറഞ്ഞു, അപ്പനോട് ദേഷ്യമാണെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, വെറുപ്പ് മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ഓർക്കുക, പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. പ്രാർത്ഥനയുടെ അനുഭവം നമുക്ക് ലഭിക്കില്ല. ഹെബ്രായ ലേഖനം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് നാശം ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം വിദ്വേഷം മൂലം പലരും
അശുദ്ധരായിട്ട് തീർന്നു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആരോടെങ്കിലും മനസ്സിൽ വെറുപ്പിൻ്റെ മേഖല ഉണ്ടെങ്കിൽ ക്ഷമിക്കാൻ തീരുമാനമെടുക്കുക. അങ്ങനെയെങ്കിൽ ആത്മീയ ജീവിതത്തെ സന്തോഷിപ്പിക്കാൻ, ആത്മീയ ജീവിതത്തെ വളർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ള യാഥാർത്ഥ്യമാണ്. വെറുപ്പും വിരോധവും സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന മറ്റൊരു അപകടമാണ് നമ്മിൽ പാപബോധം നഷ്ടപ്പെടും. പാപബോധം നഷ്ടപ്പെടും. കുറേ നാൾ മുമ്പ് വായിച്ചൊരു സാഹിത്യകൃതിയാണ്. ആ കൃതിയിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാപിനിയായ സ്ത്രീയെ അവിടെ കൊണ്ടുവന്നു. എല്ലാവരും കല്ലെടുത്തെറിയാൻ നിൽക്കുകയാണ്. ഗുരു പറഞ്ഞു, നിങ്ങൾ ഈ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. എല്ലാവരും കല്ല് താഴെയിട്ട് തിരിച്ചുപോയി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ തന്നെ പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്നു. അവളുടെ ചുറ്റും അവളെ കല്ലെറിയാൻ ജനം നിൽക്കുകയാണ്. ഗുരു പറഞ്ഞു, നിങ്ങൾ ഈ പാപമില്ലാത്തവർ ഇവിടെ കല്ലെറിയട്ടെ. എല്ലാവരും കൂടി അതിനെ കല്ലെറിഞ്ഞ് കൊന്നു. എന്നിട്ട് അവിടെ ഓർമ്മപ്പെടുത്തുകയാണ്, ആ വ്യക്തികൾക്ക് പാപമില്ലാഞ്ഞിട്ടല്ല, മറിച്ച് ഞാൻ പാപിയാണെന്നുള്ള ബോധം അവർക്ക് നഷ്ടപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന ആത്മീയ ജീവിതത്തിൽ അപകടമാണ്. ഞാൻ ആരോടെങ്കിലും വെറുപ്പ് സൂക്ഷിക്കുമ്പോൾ, വിദ്വേഷം സൂക്ഷിക്കുമ്പോൾ ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കും. ഞാൻ എല്ലാറ്റിനെയും ന്യായീകരിക്കും. ഞാൻ ചെയ്യുന്നത്, ഞാൻ പറയുന്നത്, ഞാൻ കാണുന്നതെല്ലാം ശരിയാണ്, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം മോശമാണ്, തെറ്റാണ് എന്ന് ന്യായീകരിക്കും. പാപബോധം നഷ്ടപ്പെടും. കുംഭസാരം വൈകിപ്പോകും. കുർബാനയ്ക്ക് താല്പര്യം ഉണ്ടാകില്ല. കുടുംബ പ്രാർത്ഥനകൾക്ക് മുടക്കം സംഭവിക്കും. വാർഷിക ധ്യാനത്തിന് താല്പര്യമില്ല. കാരണം എന്താ? എന്നിലെ പാപബോധം നഷ്ടപ്പെടുന്ന അവസ്ഥ വരുന്നു. അതിനു പകരം എല്ലാറ്റിനെയും താരതമ്യം ചെയ്യുക. ഞാൻ ഇത്രയല്ലേ ചെയ്തുള്ളൂ, അവരിത്രയൊക്കെ ചെയ്തുള്ളൂ എന്ന് ചിന്തിക്കുന്ന നിലപാട്. ഒരിക്കലൊരു ധ്യാനപ്രസംഗം കേൾക്കുന്ന അവസരത്തിൽ ആ വചനം പങ്കുവയ്ക്കുന്ന ഒരു സഹോദരൻ പങ്കുവെച്ച ഒരു ചിന്തയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഞാൻ കള്ളു കുടിക്കും, പെണ്ണ് പിടിക്കും, കുറച്ച് പിടിച്ചു പറിക്കും, പക്ഷേ മനസാക്ഷിക്ക് വിരുദ്ധമായി ഈ ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? കള്ളു കുടിക്കും, പെണ്ണ് പിടിക്കും, പിടിച്ചു പറിക്കും, പക്ഷേ മനസാക്ഷിക്ക് വിരുദ്ധമായി ഞാൻ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇതുപോലെ ഇരിക്കും നമ്മുടെയൊക്കെ ആത്മീയ ജീവിതം. പാപബോധം നഷ്ടപ്പെടും. എന്തൊക്കെ ചെയ്യുന്നതെന്നുള്ള ബോധ്യമില്ല. അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് വരുന്ന ഒരു ജീവിതാവസ്ഥ വെറുപ്പും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, അവസാനമായി വെറുപ്പും വിരോധവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്ന അപകടം എന്തെന്നറിയാവോ? ജീവിതത്തിന് സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. നമ്മൾ ചിന്തിച്ച് നോക്കി, ആരോടെങ്കിലും നമുക്ക് വെറുപ്പുണ്ടെങ്കിലുണ്ടല്ലോ, മനസ്സിൽ എന്തോ ഒരു വിങ്ങലാണ്, എന്തോ ഒരു അസ്വസ്ഥതയാണ്. പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കണം. നമുക്കറിയാം, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് 60 വർഷമോ 70 വർഷമാണ്. ആദ്യത്തെ 20 വർഷം നമ്മൾ മാതാപിതാക്കളെ ആശ്രയിച്ച് ജീവിക്കും. അവസാനത്തെ 20 വർഷം മക്കളെ ആശ്രയിച്ച് ജീവിക്കും. അതിനിടയിലെ കൊച്ചു ജീവിതം മാത്രമേ നമ്മൾ സ്വയം ജീവിക്കുന്നുള്ളൂ. പക്ഷെ ആ ജീവിതമാകട്ടെ മറ്റുള്ളവരോട് വെറുപ്പും വിരോധവുമായിട്ട് ജീവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയുക, ജീവിക്കാൻ മറന്നു പോകുന്ന ഹതഭാഗ്യവരുടെ സമൂഹമായിട്ട് ഞാനും നിങ്ങളും മാറുന്നില്ലേ എന്ന് പ്രാർത്ഥനാപൂർവം വിചിന്തനം ചെയ്യേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെയും നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെയും ഒരാവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. കുറേ നാൾ മുമ്പ് ബിടെക് പഠിക്കുന്ന 2 യുവാക്കളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അവരെൻ്റെ അടുത്ത് നല്ല സംസാരമാണ്, പക്ഷെ ഇവർ തമ്മിൽ മിണ്ടുന്നില്ല. ഇവർ ഒരേ സ്ഥലത്തുള്ളവരാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ കുറേ നേരം അവർ ശ്രദ്ധിക്കുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല, എന്നോട് മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഞങ്ങൾ മിണ്ടില്ലെന്ന് പറഞ്ഞു, ഞങ്ങൾ പരസ്പരം മിണ്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കാരണം എന്ന് ചോദിച്ചു. കാരണം ഞങ്ങളുടെ വീട്ടുകാർ തമ്മിൽ പരസ്പരം മിണ്ടില്ലെന്ന് ചോദിച്ചു വന്നപ്പോൾ ചേട്ടൻ അനിയൻ്റെ മക്കളാണ്, വീട്ടുകാർ തമ്മിൽ വഴക്കാണ്. ഞാൻ ചോദിച്ചു, എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ 2 പേരും പറഞ്ഞു, ഞങ്ങൾക്കറിയില്ലെന്ന് പറഞ്ഞു. കാരണം എന്താ ഞങ്ങൾക്കറിയില്ല, പക്ഷെ ഞങ്ങൾ പരിപാവനമായി വെറുപ്പ് കാത്തു സൂക്ഷിക്കുന്നു. നമ്മൾ വിശ്വാസ പ്രഖ്യാപന റാലികളിൽ ആവേശത്തോടെ വിളിച്ചു പറയാറുണ്ട്, തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പ്രിയമുള്ളവരെ, വിശ്വാസം മാത്രമല്ല നമ്മൾ പാരമ്പര്യങ്ങൾക്ക് കൈമാറുന്നത്. കുടുംബ വഴക്കുകൾ ചിലപ്പോഴെങ്കിലും നമ്മൾ കൈമാറുന്നില്ലേ എന്ന് പ്രാർത്ഥനാപൂർവം നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് നമ്മുടെ ആവശ്യമാണ്. പരസ്പരം സംസാരിക്കാത്ത സഹോദരങ്ങൾ, വഴക്കുകളിൽ കഴിയുന്നവർ. അതുകൊണ്ട് വിശുദ്ധ ചാവറയച്ചൻ പറഞ്ഞ്, ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്നത് ആരോടും
വഴക്കില്ലാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. ഒരാളോടും വഴക്കില്ലാതെ സന്തോഷമായിട്ട് ജീവിക്കുക. ഇതാണ് ഈ ലോകത്തിലൊരു കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ചൻ വ്യക്തമാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കുക. വെറുപ്പിൻ്റെ മേഖലയിൽ സൂക്ഷിക്കുമ്പോൾ മനസ്സ് അസ്വസ്ഥമാണ്. സന്തോഷം അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഇന്ന് നമ്മൾ വായിച്ചു പ്രഭാഷകന്റെ പുസ്തകം 28-ാം അധ്യായം 6-ാം വാക്യം, ജീവിതാന്തി ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക. ജീവിതാന്തി ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കുക. ഇത് നല്ല സാധാരണ മലയാളത്തെ പറഞ്ഞതിന് ഈ വാക്കിൻ്റെ അർത്ഥം എന്തെന്നറിയാവോ? ചാകുവെന്നെങ്കിലും ഓർത്ത് നന്നാവ്. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ചാകുവെന്നെങ്കിലും ഓർത്ത് നന്നാക്. വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കറിയാം, ഇന്ന് മനുഷ്യന് ഭയവുമില്ല, പേടിയില്ല ഒന്നിനെയും. ഒരു കൊച്ചിനോട് പറയുകയാണെന്ന് വിചാരിക്കും, എടാ നീ കുറുമ്പ് കാണിച്ച വികൃതി കാണിച്ചു കഴിഞ്ഞാൽ ദൈവം നിന്നെ ശിക്ഷിക്കും. ഉടനെ തന്നെ ആ കൊച്ചു തിരിച്ചു പറയും, ശിക്ഷിച്ചോട്ടെ, കുഴപ്പമില്ലെന്ന് പറയും. അവനോട് വീണ്ടും പറയാണ്, എടാ നീ കുറുമ്പ് കാണിച്ച നീ നരകത്തിൽ പോവും. ഒരു പയ്യൻ എന്നോട് പറഞ്ഞതാ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ പൊക്കോട്ടെ, കാരണം ഇതാ എൻ്റെ അപ്പനും അമ്മയും ഒക്കെ അവിടെ ഉണ്ടാവും, നമ്മുടെ ഈ ഫാമിലി തന്നെ അവിടെ ഉണ്ടാവും, അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. ആർക്കും ഭയമില്ലാത്ത അവസ്ഥയാണ്, പേടിയില്ല. പക്ഷെ മനുഷ്യനാകെ പേടിയുള്ളത് മരണം മാത്രമാണ്. മരണം മാത്രമാണ്, വേറെ ഒന്നിനെയും മനുഷ്യനും ഭയമില്ല. അതുകൊണ്ടാ വചനം പറയുന്നേ, പ്രഭാഷകൻ 28:6, ജീവിതാന്തി ഓർത്തെങ്കിലും ശത്രുത അവസാനിപ്പിക്കേ. നിനക്കൊരു മരണമുണ്ട്. മരിച്ച് നീ ഈ ലോകത്ത് നിന്ന് യാത്രയാകുന്നതിന് മുമ്പ് സഹോദരങ്ങളോട് ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള വലിയ മനസ്സ് കാണിക്കുമ്പോഴേ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളോട് മരണത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ ചിലർ മരണത്തെ ഭയപ്പെട്ടിരിക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. എന്നെ ശ്രവിക്കുന്ന നിങ്ങൾ ഇങ്ങനെ പല വിധത്തിൽ പല ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുന്നവരാകും. അതുകൊണ്ട് നിങ്ങളോട് മരണത്തെക്കുറിച്ച് നിങ്ങളുടെ മരണത്തെക്കുറിച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയാം, ഇപ്പം എൻ്റെ കാര്യം വേണമെങ്കിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാനിവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുക, നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ഞാനിവിടെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുഴഞ്ഞു വീണെന്ന് വിചാരിക്കാം. ഇവിടെയുള്ള സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി കൊണ്ടുപോയി ഡോക്ടർ പരിശോധിക്കും. എന്നിട്ട് ഡോക്ടർ പറയും, സോറി, 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരേണ്ടതായിരുന്നു. ഉടനെ തന്നെ ഇവിടുന്ന് പോയ ഒരു സഹോദരൻ പറയും, വീണ് കിട്ടേണ്ട സാറേ, എന്നാലല്ലേ കൊണ്ടുവരാൻ പറ്റൂ. ശരിയാണ്, എന്നെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റുകയില്ല. കുറേ കഴിയുമ്പോൾ അറിയിപ്പ് വരും, ആ ജെയിൻ താണിക്കൽ അച്ഛൻ മരിച്ചു. ഇന്ന് മരിച്ചു എന്ന പദം പത്രക്കാരും പ്രസ്സുകാരും തരുന്ന ഔദാര്യമാണ്. കാരണം ഇന്ന് മരിച്ചു എന്ന പദം ആരും പറയില്ല. അടിച്ചുപോയി, കാറ്റുപോയി, വടിയായി, ലേറ്റസ്റ്റ് പടമായി അല്ലേ? അപ്പം ജെയിനച്ചൻ കാറ്റുപോയി, ജെയിനച്ചൻ വടിയായി, ജെയിനച്ചൻ്റെ പടമായി. പടം കണ്ടിരുന്നു 41-ന് അടിക്കില്ലേ, ജനനം മരണം. പിന്നെ നമ്മുടെ സ്ഥിരമുള്ള വാചകം, ഞാൻ നല്ല ഓട്ടം ഓടി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ആ വചനമാണ് അല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ എപ്പോൾ മരിക്കുമെന്ന് ആർക്കറിയാം? എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെപ്പോൾ മരിക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിന് മാത്രമേ അറിയൂ. ഉള്ള കാലം പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ജീവിക്കാൻ, ക്ഷമിച്ച് പൊറുത്ത് ജീവിക്കാൻ സാധിക്കുമ്പോഴേ ജീവിതം ആസ്വദിക്കുന്നവരായിട്ട് നമ്മൾ മാറുമെന്ന് നമ്മുടെ മനസ്സിലുണ്ടാകണം. ഇപ്പം ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനുള്ള പള്ളിയിൽ കൊണ്ടുവയ്ക്കും. അത് കഴിഞ്ഞ് ശവക്കല്ലറെ കൊണ്ടുവയ്ക്കുമ്പം അച്ഛന്മാരുടെ കർമ്മത്തിൽ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട്, പ്രിയ സഹോദര, ഇതുവരെ നിന്നെ ഞങ്ങൾ അനുഗമിച്ചു, ഇനി മാലാഖമാർ നിന്നെ അനുഗമിക്കട്ടെ. അത് പറയല്ല, കല്ലറയിൽ വെച്ച് അത് മൂടി വെച്ചു. ഇപ്പോൾ ഫ്ലക്സിൽ എഴുതി വെച്ചു, ഫാദർ ജെയിൻ താണിക്കൽ, ജനനം, തിരുപ്പട്ടം, മരണം. പണ്ടൊക്കെ ചായയും ബിസ്ക്കറ്റും ആയിരുന്നു. ഇപ്പോൾ സ്റ്റാൻഡേർഡ് കൂടിയതുകൊണ്ട് ചായയും പപ്സുമാണ്. അപ്പോൾ അത് പപ്സ് കഴിച്ചാൽ എന്തായാലും മുഖത്തൊക്കെ പാടുണ്ടാവും. അപ്പോൾ അതൊക്കെ തുടച്ചിട്ട് പറയും, എങ്ങനെയുണ്ടായിരുന്നു അച്ഛനാ, ഇങ്ങനെ ആയില്ലേ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതം. ഞാൻ ഈ ലോകത്ത് എത്ര കാലം ഉണ്ടെന്ന് ആർക്ക് പറയാൻ സാധിക്കും? ജീവിതത്തിൽ ഉള്ള കാലം സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് ക്ഷമിച്ച് ജീവിക്കാൻ സാധിക്കുമ്പോഴേ ജീവിതത്തിലെ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുമെന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥനാപൂർവ്വം വിചിന്തനം ചെയ്യുക. ആരോടൊക്കെ നമുക്ക് ക്ഷമിക്കാനുണ്ട്? നമ്മളെ ദുരുപയോഗിച്ച വ്യക്തികൾ, ജീവിതത്തിൽ വഴിതെറ്റിച്ച വ്യക്തികൾ, നമ്മളെ ചതിച്ചവർ, ഒറ്റപ്പെടുത്തിയവർ, മക്കളോട് വെറുപ്പുള്ള മാതാപിതാക്കൾ, മാതാപിതാക്കളോട് വെറുപ്പുള്ള മക്കൾ. പ്രിയമുള്ളവരെ, എല്ലാവരോടും മനസ്സുകൊണ്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുക. മരിച്ചുപോയ നമുക്ക് ക്ഷമിക്കാനുള്ളവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരോട് മനസ്സുകൊണ്ട് മാപ്പ് കൊടുക്കാനായിട്ട് തയ്യാറാകുമ്പോഴാണ് ദൈവം തരുന്ന സന്തോഷം, ദൈവിക കൃപകൾ അനുഭവിക്കാൻ സാധിക്കുക. വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. പൊട്ടിയ പാത്രത്തിൽ നിന്ന് വെള്ളം ചോർന്നു പോകുന്നത് പോലെ
വിദ്വേഷമുള്ള ഹൃദയത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടുന്നു എന്ന ബോധ്യം നമ്മൾ തിരിച്ചറിയുക. ക്ഷമിക്കാൻ, പൊറുക്കാൻ, മറക്കാൻ നമുക്ക് പ്രത്യേകമായിട്ട് പഠിക്കാം. അങ്ങനെ ആത്മീയതയിൽ വളരാൻ നമുക്ക് ആഗ്രഹിക്കാം. പാപബോധത്തോടു കൂടി ജീവിച്ച് അനുദിനം വിശുദ്ധിയിൽ വളരാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം തന്ന ജീവിതം സന്തോഷകരമായിട്ട് ആസ്വദിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മെ മുറിവേൽപ്പിച്ചവർ, വേദനിപ്പിച്ചവർ എല്ലാവരോടും നമുക്ക് ക്ഷമിക്കാം, നമുക്ക് പൊറുക്കാം. അങ്ങനെയെങ്കിൽ ദൈവം തരുന്ന കൃപകൾ, ദൈവം തരുന്ന ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, എൻ്റെ ജീവിതത്തിൽ എന്നെ വേദനിപ്പിച്ച വ്യക്തികളെയും സാഹചര്യങ്ങളെയും അങ്ങയുടെ തിരുമുമ്പിൽ ഞാനിതാ സമർപ്പിക്കുന്നു. എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കുവാനും മറക്കുവാനും ദൈവകൃപയിൽ വളരുവാനും എന്നെ പഠിപ്പിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.